പതിവിലും നേരത്തെ എഴുന്നേറ്റ സീത കുറച്ചു നേരം അതേ കിടപ്പ് തുടർന്നു. പിന്നെ പതിയെ എഴുന്നേറ്റിരുന്നു. പാർവതി എഴുന്നേറ്റ് പോയിരുന്നു. അഴിഞ്ഞുകിടന്ന മുടി വാരി പിടിച്ചു കെട്ടി സീത മുഖം അമർത്തി തുടച്ചു. ലല്ലുമോള് സുഖമായി ഉറങ്ങുന്നുണ്ട്. സീത അവളെ ഒന്നുകൂടി പുതപ്പിച്ചു കൊടുത്തു. പാർവതി എഴുന്നേറ്റ് പോയപ്പോൾ അവൾക്കരികിൽ വെച്ചു കൊടുത്ത തലയണയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പെണ്ണിൻ്റെ കിടപ്പ്. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ സീത ഫോൺ എടുത്തു. നെറ്റ് ഓൺ ചെയ്തുകൊണ്ട് കണ്ണൻ്റെ മെസ്സേജ് വല്ലതും ഉണ്ടോ എന്ന് ധൃതി പിടിച്ചു നോക്കി. ഇന്നലെ കണ്ണിൽ ഉറക്കം വരും വരെയും കാത്തിരുന്നിട്ടും ഒന്നും മിണ്ടിയിട്ടില്ല. അരികിൽ ചേച്ചിയുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ മെസ്സേജ് മാത്രം അയക്കും. താൻ അങ്ങോട്ട് അയച്ച ഗുഡ് നൈറ്റ് മെസ്സേജിന് താഴെ ശൂന്യമായി കിടക്കുന്നു. അവൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും മിണ്ടാതെ പോയിരിക്കുന്നു. സീതയുടെ നെഞ്ച് കനച്ചു. എന്ത് പറ്റിയെന്ന് ആദി അവളെ വെപ്രാളപ്പെടുത്തി. പതിവില്ലാത്തതാണ്. എത്ര തിരക്കിനിടയിൽ പോലും തന്നെ മറന്നു കളയാത്തവൻ. അവൾക്ക് ശ്വാസം മുട്ടി. സീത പിടഞ്ഞെഴുന്നേറ്റു. മുറി വിട്ടിറങ്ങും മുന്നേ തന്നെ കേട്ടിരുന്നു സുധാകരൻ വലിയ ശബ്ദത്തിൽ ശ്വാസം എടുക്കുന്നത്. ഇടയ്ക്കിടെ ഉയരുന്ന ഉച്ചത്തിലുള്ള ചുമ. അവൾക്ക് വീണ്ടും ശ്വാസം മുട്ടി. പുറത്തേക്കിറങ്ങി വൃത്തിയായി വന്നപ്പോഴും പാർവതി സുധാകരൻ്റെ മുറിയിലാണ്. ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ എഴുന്നേൽക്കുന്നതിനിടെ വലിയ ശബ്ദത്തിൽ വീണ്ടും സുധാകരൻ ചുമച്ചു തളരുന്നു. ഇപ്പുറത്തെ മുറിയിൽ കിടന്നുകൊണ്ട് അമ്മമ്മ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. സീത കയ്യിലെടുത്ത ചായ ഗ്ലാസ് തിരികെ വെച്ചുകൊണ്ട് വേഗം അകത്തേക്ക് നടന്നു. അർജുനും പാർവതിയും മുറിയിലുണ്ട്. തളർന്നു തൂങ്ങി ചുവരിൽ ചാരിയിരിക്കുന്ന അച്ഛനെ സീത വേദനയോടെ നോക്കി. എനിക്ക് പേടിയാവുന്നു സീതെ. പാർവതിയുടെ സ്വരം ചിലമ്പി. ഒന്നും പറയാതെ സീത അവളെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. എനിക്കും. അവളുടെ ഉള്ളം മന്ത്രിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ സീതേച്ചി? അർജുനും പേടിയോടെ ചോദിച്ചു. അത് കേട്ടയുടൻ വേണ്ടെന്ന് ആ അവശതയിലും സുധാകരൻ വിളിച്ചു പറഞ്ഞു. ഇവിടെ ആരും MBBS എടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ പോവാതെ മരുന്ന് കുറിച്ച് തരാൻ. സീതയ്ക്കത് കണ്ടിട്ട് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. നീ റെഡിയാ വജു. ചേച്ചി ഇവിടെ നിൽക്കട്ടെ. മോൾക്ക് സ്കൂളിൽ പോവേണ്ടതല്ലേ? സീത തിരിഞ്ഞു. മോളെ. സുധാകരൻ്റെ തളർന്ന സ്വരം. ഓർമ്മയുറച്ചതിൽ പിന്നെ ഇത്രയും വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആ വിളി കേട്ടിട്ടില്ല. സീതയുടെ ഹൃദയം വിറച്ചുപോയി. കണ്ണു നിറയാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. എനിക്കെങ്ങും പോവേണ്ട. ഇതിടയ്ക്കുള്ളതാ. കുറച്ച് കഴിയുമ്പോൾ മാറും. ആവുന്ന കാലത്ത് നിങ്ങളെ ഇട്ട് നരകിപ്പിച്ചു. ഇനിയും അച്ഛനെ കൊണ്ട് അത് തന്നെ ചെയ്യിപ്പിക്കല്ലേ. അപേക്ഷിക്കാണ്. വലിയൊരു ചുമയോടെ അയാളത് പറഞ്ഞു തീർത്തതും സീത തളർച്ചയോടെ ഭിത്തിയിൽ ചാരി. പാർവതി സുധാകരനെ നെഞ്ച് തടവി കൊടുത്തു. പേടിക്കണ്ട, ഇത്തിരി കിടന്ന അതങ്ങ് മാറിക്കോളും. വീണ്ടും അയാൾ ആശ്വസിപ്പിക്കുന്നത് പോലെ സീതയെ നോക്കി. വീണ്ടും വീണ്ടും അവൾക്ക് ശ്വാസം വിലങ്ങി. അന്ന് പതിവിലും വൈകിട്ടാണ് സീത ശ്രീനിലയത്തിലേക്ക് പോവാനിറങ്ങിയത്. പാർവതി സുധാകരൻ്റെ കൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ സീത അടുക്കളയിൽ കയറി. അത്യാവശ്യം വേണ്ടതെല്ലാം ധൃതി പിടിച്ചൊരുക്കിയെടുത്തു. ലല്ലുമോളെ വിളിച്ചുണർത്തി പല്ല് തേപ്പിച്ചതും ചായ കൊടുത്തതുമെല്ലാം അർജുനാണ്. അവനും ഇന്നു മുതൽ കോളേജിൽ പോയി തുടങ്ങാൻ കരുതിയതായിരുന്നു. മുറിവുകളെല്ലാം വാടി തുടങ്ങി. ഇനിയും വെറുതെ ക്ലാസ് കളയേണ്ടതില്ലെന്ന് അവൻ്റെ തന്നെ തീരുമാനമായത് സീതയ്ക്കും പാർവതിക്കും ആശ്വാസമാണ് നൽകിയത്. സീത ഓടിപ്പിടഞ്ഞ് കുളിച്ചു വരുമ്പോഴേക്കും ലല്ലുമോളെ പാർവതി റെഡിയാക്കി നിർത്തിയിരുന്നു. നിന്ന നിൽപ്പിൽ ഒരു ഗ്ലാസ് ചായയും വലിച്ചു കുടിച്ചുകൊണ്ട് സീത പോവാനിറങ്ങി. ഇറങ്ങും മുന്നേ അവൾ ഒരിക്കൽ കൂടി അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. ശാന്തമായി ഉറങ്ങുന്നു. എന്നിട്ടും തൊണ്ടയിലൊരു കരച്ചിൽ കനത്തു. എന്തിനെന്നറിയാത്തൊരു നോവ് നെഞ്ചിൽ നടുക്കെ കീറി മുറിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്നു. ആ നെറ്റിയിൽ പതിയൊന്ന് തടവിയിട്ട് സീത തിരിച്ചിറങ്ങി. എന്തുണ്ടെങ്കിലും വിളിച്ചേക്കണേ ചേച്ചി. പോവും മുന്നേ പാർവതിയെ ഓർമ്മപ്പെടുത്തി. ഉള്ളിൽ ഊറിക്കൂടിയ പേടി അത്രയും പാർവതിയുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. ഒരു നിമിഷം കൂടി നിന്നിട്ട് സീത ലല്ലുവിൻ്റെ കൈ പിടിച്ചുകൊണ്ടിറങ്ങി. കൂടെ നടക്കുമ്പോൾ ലല്ലു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഒരു മൂളൽ പോലും. ഉത്തരം കിട്ടാഞ്ഞിട്ടും ലല്ലു പിന്നെ ഒന്നും മിണ്ടാതെ അവൾക്കൊപ്പം ധൃതിയിൽ നടന്നു. റോഡിലിറങ്ങി ചെന്നിട്ടും ലല്ലുവിൻ്റെ ബസ് വന്നിട്ടില്ല. സീത വാച്ചിലേക്കും ബസ് വരുന്ന സൈഡിലേക്കും മാറി മാറി നോക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളും അവരെ കൊണ്ടു പോകാനുള്ള വാഹനങ്ങളും പിന്നെ ജോലിക്ക് പോവാനിറങ്ങുന്നവരുമായി അത്യാവശ്യം തിരക്കുണ്ട് റോഡിൽ. സീത ആരെയും ശ്രദ്ധിക്കാതെ അതേ നിൽപ്പ് തുടർന്നു. സീത മുള്ളിൽ നിൽക്കുന്നത് പോലെയൊരു അവസ്ഥയിലായിരുന്നു. ദേ ചിറ്റേ, ഹരിയങ്കള്. ലല്ലമോള് ആവേശത്തിൽ പറയുന്നത് കേട്ടിട്ടാണ് സീത തിരിഞ്ഞു നോക്കിയത്. അച്ഛൻ എങ്ങനെയുണ്ടടി? വന്നയുടൻ ലല്ലുവിനെ നോക്കിയൊന്ന് കണ്ണടച്ച് കാണിച്ചിട്ടാണ് ഹരി സീതയോട് ചോദിച്ചത്. ഇന്നലെ തന്നെ ഒട്ടും വയ്യായിരുന്നു. ഹരി വീണ്ടും സീതയെ നോക്കി. ഇന്ന് അത്രയും വയ്യടാ ഹരി. അവളുടെ സ്വരം നേർത്തു. ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് വരുന്നുമില്ല. അവൾ സങ്കടത്തോടെ അവനെ നോക്കി. സങ്കടപ്പെടണ്ട. ഒട്ടും വയ്യെന്ന് തോന്നിയ വൈകുന്നേരം നമുക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോകാം. അതിനിപ്പോൾ നിന്റെ അച്ഛൻ്റെ സമ്മതമൊന്നും വേണ്ട. ഹരി അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു.
ഇന്നെന്തേ എൻ്റെ ലല്ലുമോളുടെ ബസ് നേരം വൈകിയോ? ചോദ്യത്തോടൊപ്പം തന്നെ ഹരി ലല്ലുവിനെ പൊക്കിയെടുത്ത് ബൈക്കിൻ്റെ മുന്നിലിരുത്തി. അവൾ ചിരിയോടെ 2 കൈകൾ കൊണ്ടും ഹാൻഡിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ഗമയോടെ ഇരുന്നു. ബസ് കാണുന്നില്ല, എനിക്കാണെങ്കിൽ പോവാനും ടൈമായി. സീത വീണ്ടും വാച്ചിലേക്ക് നോക്കി. ഒരു കാര്യം ചെയ്യ്, നീ വിട്ടോ, കുഞ്ഞിനെ ഞാൻ കയറ്റി വിട്ടോളാം. ഹരി സീതയുടെ കയ്യിൽ നിന്നും ലല്ലുവിൻ്റെ ബാഗ് വാങ്ങി. നമുക്കിതിൽ പോയാലോ അങ്കിളെ? ലല്ലുമോള് തലചിരിച്ചുകൊണ്ട് ഹരിയെ നോക്കി. അതൊന്നും വേണ്ട, ബസ് ഇപ്പോൾ വരും. സീത കണ്ണുരുട്ടി. ബസ്സിൽ വേണമെങ്കിൽ നീ കയറിപ്പോക്കോ, ഇന്ന് ഞാനും എൻ്റെ മോളും ബൈക്കിലാണ് പോകുന്നത് അല്ലേ? ഹരി സീതയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അത് കണ്ടിട്ട് ലല്ലു കൈകൊട്ടി ചിരിച്ചു. അവളുടെ കാണിച്ചുകൂട്ടൽ കണ്ടിട്ട് സീതയ്ക്കും ചിരി വന്നിരുന്നു. പോട്ടേടി. ചിരിയോടെ ഹരി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് തലയാട്ടിക്കൊണ്ട് സീത ചിരിയോടെ കൈ വീശി. അവരുടെ പോക്ക് ഹൃദയത്തിലൊരു തണുപ്പ് നൽകുന്നുണ്ട്. സീത വരമ്പിലേക്കിറങ്ങി വീണ്ടും ധൃതിയോടെ നടന്നു. മനസ്സിലേക്ക് വീണ്ടും കണ്ണനെക്കുറിച്ച് ഓർമ്മ വന്നു. അവളുടെ ഹൃദയത്തിലെ തണുപ്പ് മാറി. പകരം അവിടം ചുട്ടുപഴുത്തു തുടങ്ങി. ബാഗിൽ കിടന്ന് ഫോൺ ബെല്ലടിച്ചത് കേട്ടപ്പോൾ മനസ്സൊന്ന് തുള്ളി. കണ്ണനാവുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഫോൺ എടുത്തത്. നല്ലത് 4 പറയണം കിണ്ണനോട് എന്നൊരു പരിഭവത്തോടെ ധൃതിയിൽ ഫോൺ ചെവിയിൽ ചേർത്ത് വെച്ചു. ഹലോ ചേച്ചി, ഞാൻ നിമ്മിയാണ്. സീത ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ചു നിന്നുപോയി. കേൾക്കുന്നില്ലേ ചേച്ചി? വീണ്ടും നിരഞ്ജനയുടെ ശബ്ദം. ആ പറ മോളെ, കേൾക്കുന്നുണ്ട്. സീത വീണ്ടും നടന്നുകൊണ്ട് പറഞ്ഞു. ചേച്ചി, അർജുൻ അവൻ എങ്ങനെയുണ്ട്? കാതിൽ അവളുടെ വേദന നിറഞ്ഞ സ്വരം. അർജുൻ 2 ദിവസം ലീവായിരുന്നപ്പോൾ അവൾ വിളിച്ചിരുന്നു. മറ്റെന്തെങ്കിലും കെടിയിൽ പെട്ടതാണ് എന്ന് പേടിച്ച് വിളിച്ചവളോട് സീതയാണ് പറഞ്ഞത്. അടി കിട്ടിയതാണ് എന്നല്ല, ഒരു ചെറിയ അപകടം. അതാണ് നിരഞ്ജനയോട് പറഞ്ഞത്. അന്ന് മുതൽ നിരഞ്ജന ഓരോ മണിക്കൂർ ഇടവേളയിൽ അവൾക്ക് അർജുൻ്റെ വിശേഷം അറിയണം. മെസ്സേജ് ഇട്ടാണ് ചോദ്യം മുഴുവനും. സീതയ്ക്ക് ചിരി വരും അവളുടെ വെപ്രാളം കാണുമ്പോൾ. എങ്കിലും ക്ഷമയോടെ അവൾക്ക് അറിയേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കും. ചേച്ചി. വീണ്ടും അക്ഷമയോടെയുള്ള വിളി. നിന്റെ അർജുനെ ഇന്ന് അങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട്. ഇനി വേണ്ട വിവരങ്ങൾ സ്വയം ചോദിച്ചു വാങ്ങിക്കോട്ടോ, സീത ചിരിയോടെ പറഞ്ഞു. വെക്കട്ടെ ചേച്ചി. നിരഞ്ജനയുടെ നനുത്ത സ്വരം. അർജുനെ ഫേസ് ചെയ്യേണ്ടത് ഓർത്ത് കാണും. അവനിൽ നിന്നും അല്പം മാറി നിൽക്കാൻ തീരുമാനമെടുത്തതും അവൾ തന്നെയാണ്. ടെൻഷൻ ആവേണ്ട, ഒക്കെ ശരിയാവും. നിന്റെ സ്നേഹം അവൻ അറിയുക തന്നെ ചെയ്യും നിമ്മി, സീത അലിവോടെ പറഞ്ഞു. ഒന്ന് മൂളിയതല്ലാതെ നിരഞ്ജന ഒന്നും പറഞ്ഞില്ല. ശ്രീനിലയത്തിലെത്തുമ്പോൾ കിതച്ചു പോയിരുന്നു. എന്നിട്ടും കണ്ണുകൾ ആർത്തിയോടെ 4 പാടും പ്രാണനെ തേടി അലഞ്ഞു. ഒന്ന് കണ്ടാൽ തീരാവുന്നതേയുള്ളൂ ആ ഭാരമെന്ന് ഹൃദയം അലമുറയിട്ടു. ഒന്ന് നോക്കിയാൽ തീരുമല്ലോ ആ ദാഹമെന്ന് കണ്ണുകൾ പരിതപിച്ചു. മുത്തശ്ശി കാത്തിരിക്കുന്നു എന്ന ഓർമ്മയിൽ ഭാരമേറിയ കാലുകൾ വലിച്ചു വെച്ചുകൊണ്ട് സീത അകത്തേക്ക് നടന്നു. മുത്തശ്ശിയിലും ഒരു മങ്ങലുള്ളതുപോലെ സീതയ്ക്ക് തോന്നി. കണ്ണനെ കണ്ടോ മോളെ നീയെ? കയ്യിൽ കുഴമ്പ് തേച്ച് പിടിപ്പിക്കുന്ന സീതയെ നോക്കി മുത്തശ്ശി ചോദിച്ചു. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഇല്ല. എന്തേ? ഉയരുന്ന ഹൃദയമിടിപ്പോടെ സീത ചോദിച്ചു. ഒന്നുമില്ല. നീ വന്നോ എന്ന് 2 പ്രാവശ്യം വന്ന് നോക്കിയിട്ട് പോണത് കണ്ടു. മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് വീണ്ടും സീതയുടെ ഹൃദയം പിടിച്ചു. ഓടിപ്പോയി നോക്കുവാൻ മനം കൊതിക്കുന്നുണ്ട്. പക്ഷേ മുത്തശ്ശിയെ ഇങ്ങനെയിട്ട് പോവാൻ വയ്യ. ഇനി മതി മോളെ, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ മുത്തശ്ശി പറഞ്ഞു. സീത മറുത്തൊന്നും പറയാതെ തലയാട്ടി. കണ്ണേട്ടൻ എന്നിട്ടും എന്താവോ വിളിക്കാഞ്ഞത്? ചോദ്യം അവളെ ഓരോ നിമിഷവും പേടിപ്പിച്ചു. മുത്തശ്ശി കുളിച്ചിറങ്ങി വന്നതും സീത അവർക്ക് കഴിക്കാൻ ഉള്ളതെല്ലാം കൊടുത്തു. മോള് പോയി കണ്ണൻ എവിടെയെന്ന് നോക്ക്, ഞാൻ കഴിച്ചോളാം, മുത്തശ്ശി സീതയോട് അലിവോടെ പറഞ്ഞു. അവരെ ഒരു നിമിഷം നോക്കി നിന്നിട്ടാണ് സീത പുറത്തേക്ക് നടന്നത്. കുളക്കടവിൽ പോയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജെങ്കിലും ഉണ്ടാവുമായിരുന്നു. അവൾ അവൻ്റെ മുറിയുടെ നേരെ നടന്നു. അടഞ്ഞു കിടക്കുന്ന മുറിയുടെ മുന്നിൽ ഹൃദയമിടിപ്പോടെ സീത നിന്നു. ഇടവും വലവും ഒന്ന് നോക്കിയിട്ടാണ് സീത വാതിൽ തുറന്നത്. കട്ടിലിൽ മുഖം കുനിച്ചിരിപ്പുണ്ട് ഇതുവരെയും തേടിക്കൊണ്ടിരുന്നവൻ. അവളൊന്ന് ശ്വാസമെടുത്തു. ജീവൻ തിരിച്ചു കിട്ടിയതുപോലൊരു ആശ്വാസം തോന്നി. വാതിൽ തുറന്നതറിഞ്ഞ കണ്ണൻ മുഖമുയർത്തി നോക്കി. സീതയെ കണ്ടതും കാറ്റുപോലെ പാഞ്ഞു വന്നവൻ അവളെ ഇറുകെ പിടിച്ചു. സീത ഉലഞ്ഞു പോയിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ. ശ്വാസം പോലും വിടാതെ ഒരേ നിൽപ്പ്. കണ്ണേട്ടാ. അല്പം കഴിഞ്ഞ് സീത പതിയെ വിളിച്ചു നോക്കി. കണ്ണൻ പതിയെ അവളിൽ നിന്നും വിട്ടുമാറി. എന്താ? എന്ത് പറ്റി? അലങ്കോലമായ മുടിയിഴകൾ, സങ്കടം നിഴലിക്കുന്ന കണ്ണുകൾ. അവൾക്കുള്ളം വേദനിച്ചു. തുറന്നു കിടക്കുന്ന വാതിൽ അടച്ചുകൊണ്ട് കണ്ണൻ അവളെയും കൊണ്ട് കിടക്കയിലിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയോ? ഇന്നലെ രാത്രി മുതൽ ഞാൻ കിടന്നു പിടയുക. എന്ത് പറ്റിയെന്നറിയാതെ. എന്താ നിങ്ങൾക്ക് പറ്റിയത്?
സീത അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. എനിക്കിന്ന് വൈകുന്നേരം അത്യാവശ്യമായി ഒന്ന് ബാംഗ്ലൂർ പോകണം. സീതയുടെ കവളിൽ കൈചേർത്ത് വെച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു. സീതയൊന്ന് വിറച്ചുപോയി. വല്ലാത്തൊരു പേടി ഹൃദയം അടക്കി ഭരിക്കാൻ തയ്യാറെടുക്കുന്നത് അവൾ അറിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചിരുന്നു ഇന്നലെ രാത്രി. എനിക്ക് പകരം ഒരാളെ നിർത്തിയിട്ടാണ് ഞാൻ ലീവെടുത്ത് പോകുന്നത്. അയാൾക്കൊരു അപകടം. ഞാൻ ചെല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. മറ്റാരെയെങ്കിലും സെറ്റാക്കി കിട്ടുന്നത് വരെയും എനിക്കവിടെ നിന്നേ മതിയാവൂ. അങ്ങേയറ്റം സങ്കടത്തോടെയാണ് കണ്ണൻ പറയുന്നത്. സീത ശ്വാസം പിടിച്ചിരുന്നു. എനിക്ക് മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ പോകുമോ? ഇന്നേരം വരെയും മറ്റാരെയെങ്കിലും എനിക്ക് പകരം കിട്ടുമോ എന്നറിയാനുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. പക്ഷേ അവൻ്റെ സ്വരം തളർന്നു തൂങ്ങി. ഒറ്റയടി വെച്ച് തരും ഞാൻ. ഇതിനാണോ? സീത കണ്ണുരുട്ടി. ഉള്ളിലെ പിടച്ചിൽ അവൾ മനഃപൂർവ്വം മറച്ചു വെച്ചു. കണ്ണൻ തല താഴ്ത്തി. ജോലിയല്ലേ കണ്ണേട്ടാ ഏറ്റവും ഇമ്പോർട്ടൻ്റ്? കുഞ്ഞു കുട്ടികളെപ്പോലെ പിണങ്ങിയിരിക്കുന്ന അവൻ്റെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് സീത ചോദിച്ചു. എനിക്ക് ഇമ്പോർട്ടൻ്റ് നീയാണ്, അവൻ വാശി പോലെ പറഞ്ഞു. ഒരു ജോലി കിട്ടാൻ എത്ര പേര് കൊതിച്ച് നടക്കുന്നുണ്ട്. അപ്പോഴാണ് സീത അവൻ്റെ നേരെ നോക്കി. എനിക്ക് എന്തോ പോലെ ശ്വാസം മുട്ടുന്നു, കണ്ണൻ പറഞ്ഞു. അതേ അവസ്ഥ തന്നെയാണ് അവളിലും. പക്ഷെ സീതയത് മുഖത്ത് പോലും കാണിച്ചില്ല. കൂടെയുണ്ടാകുമെന്ന് വാക്ക് തന്നിട്ട് ഇപ്പോൾ നിനക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകേണ്ട സമയത്ത് തന്നെ എഗ്രിമെൻ്റ് ഉണ്ടായത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ പോട്ടെന്ന് വെച്ചേനെ ഞാൻ. കണ്ണൻ അവളെ പിടിച്ച് നെഞ്ചിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു. വിറച്ചു തുള്ളുന്ന ആ മനസ്സിലെ സങ്കടം സീതയുടെ ഉള്ളുലച്ച് കളഞ്ഞിരുന്നു. എനിക്ക് മനസ്സിലാവും കണ്ണേട്ടാ, ഒന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് പോയിട്ട് വരൂ. ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാകും. സീത ഒന്നുകൂടി അവനിലേക്ക് പതുങ്ങി. ഹൃദയം അനാവശ്യമായൊരു ഭയത്തെ പേറുന്നു. തിരിച്ചു വരില്ലേ എന്നൊരു പേടി അവളുടെ കണ്ണിലും. തിരികെ വരുമ്പോൾ നീ കാത്തിരിക്കാനുണ്ടാവില്ലേ എന്നൊരു പേടി അവൻ്റെ കണ്ണിലും മിന്നുന്നുണ്ടായിരുന്നു.